ഡൊണാൾഡ് ട്രംപിന്റെ ഡോളർ പ്രസ്താവനയെ പരിഹസിച്ചും ക്വാഡിലെ ഒളിഞ്ഞിരിക്കുന്ന കെണി ചൂണ്ടിക്കാട്ടിയും ഇന്ത്യയുടെ അമേരിക്കൻ വിധേയത്തെ വിമർശിച്ച CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. രമേശ് ചെന്നിത്തല പ്രകാശ് കാരാട്ടിനെ പിന്തുണച്ചപ്പോൾ ഇന്ത്യ വിശ്വഗുരുവാണെന്ന് പറഞ്ഞ കൃഷ്ണദാസിനെ എടുത്തുടുത്ത് ബിനോയ് വിശ്വം. കൊല്ലത്ത് നടന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല അന്താരാഷ്ട്ര സാഹിത്യ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാറുന്ന ലോകവും ഇന്ത്യൻ നിലപാടുകളും എന്ന പാനൽ ചർച്ചയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ അമേരിക്കയുമായുള്ള സഹകരണത്തിൽ ഇന്ത്യയിലെ ഭരണകർത്താക്കൾ പുനരാലോചന നടത്തണമെന്നും മറ്റ് രാജ്യങ്ങളുമായി സഹകരണം വേണ്ടിവരുമെന്നും എന്നാൽ സഹകരണം രാജ്യത്തിന് ദോഷം സംഭവിക്കുന്നതാകാൻ പാടില്ലെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. ക്വാഡ് എന്ന ചതുരാഷ്ട്ര സഖ്യം ഇന്ത്യക്കുള്ള അമേരിക്കയുടെ കെണിയാണ്. ചൈനയ്ക്കെതിരായി നടത്തുന്ന വ്യാപാര യുദ്ധത്തിൽ പരോക്ഷമായി ഇന്ത്യയെ കൂടി പങ്കാളിയാക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. That has introduced a degree of unpredictability. That is a diplomatic way of putting it, because nobody knows what major changes are going to happen regarding America's relations with the rest of the world under the Trump presidency. You have the United States of America, which is desperately trying to maintain its global hegemony. റഷ്യ ഉക്രൈൻ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ സ്വീകരിക്കാൻ ഇന്ത്യൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ലെന്ന പ്രകാശ് കാരാട്ടിന്റെ അഭിപ്രായത്തോട് താൻ പൂർണ്ണമായും യോജിക്കുന്നുവെന്ന് സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ച രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കേന്ദ്രത്തിന് തിരുത്തേണ്ടി വന്നു. അമേരിക്കയും ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിൽ നമ്മളെ പരോക്ഷമായി പങ്കാളിയാക്കാനുള്ള നീക്കം തിരിച്ചറിയണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പോൾ ലോകത്ത് നടക്കുന്ന ഈ അന്തരങ്ങൾ, വിവിധ ജനസമൂഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഈ അസംതൃപ്തി തീർച്ചയായും സമാധാനത്തിന് ഭീഷണിയായി ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം ഈ സാഹചര്യത്തിൽ ഇന്ത്യ എടുക്കേണ്ട നിലപാട് ഏതെങ്കിലും ശാക്തിക ചേരികളോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ല. ഇന്നിവിടെ നടക്കുന്ന യുദ്ധം എന്താണ്? ട്രേഡ് വാറാണ്. അമേരിക്കയും ചൈനയും തമ്മിൽ ട്രേഡ് വാർ നടക്കുന്നു. ഭാരതം വിശ്വഗുരുവായി മാറുന്നു എന്നായിരുന്നു BJP നേതാവ് PK കൃഷ്ണദാസിന്റെ മറുപടി. മാറുന്ന ലോകവും അതുപോലെ ഭാരതത്തിന്റെ നിലപാടും എന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടാണ് ഭാരതത്തിനുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദർശനം എന്താണോ ആ ദർശനത്തിന്റെ ആധാരത്തിലുള്ള ഒരു വിദേശ നയം തന്നെയാണ് ഭാരതം ഇക്കാലം അത്രയും പിന്തുടർന്നിട്ടുള്ളത്. അതിപ്പോഴ് കുറച്ച് കൂടുതൽ ശക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യ വിശ്വഗുരുവായത് വിദേശ നയത്തിലല്ല, മറിച്ച് ദരിദ്രരെ സൃഷ്ടിച്ച ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തിയെന്ന് ഒടുവിൽ സംസാരിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൃഷ്ണദാസിന് ചുട്ട മറുപടി നൽകി. ലോകത്തെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ഈ സാമ്പത്തിക ശക്തി നമ്മുടെ രാജ്യം, അതാണ് ലോകത്തെ ഏറ്റവും അധികം വിശക്കുന്നവരെ പാർപ്പിക്കുന്ന രാജ്യം. ഏറ്റവും അധികം പാവങ്ങൾ ജീവിക്കുന്നത് ഇവിടെയാണ്. പട്ടിണിക്കാരുടെ രാജ്യമാണ്. സന്തോഷം കൊണ്ട് പറയുകയല്ല, വിധമായ മനസ്സോടെ ഞാൻ പറയുകയാണ്. ഏറ്റവും അധികം വിശക്കുന്നവർ ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ GS പ്രദീപ് മോഡറേറ്ററായിരുന്നു. സാഹിത്യ സാംസ്കാരികോത്സവം ക്യൂറേറ്ററും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയുമായ അജോയ് ചന്ദ്രൻ, സിൻഡിക്കേറ്റ് അംഗം അനുശ്രീ എന്നിവർ സെമിനാറിൽ സംസാരിച്ചു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.